ഹായ്, ഞാൻ എവിൻ. ഞാൻ കെവിൻ. ഷിജിച്ചേട്ടൻ പുതിയതായി തുടങ്ങുന്ന ഹാൻഡ് മെയ്ഡ് സ്റ്റോം എന്ന യൂട്യൂബ് ചാനലിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എവിൻ ആൻഡ് കെവിൻ ഫോർ യുവർ സപ്പോർട്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് മുറ്റവും വീടിൻ്റെ സൈഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു രീതിയിലാണ് നമ്മളിത് വൃത്തിയാക്കാൻ പോകുന്നത്. എത്ര വൃത്തിയാക്കിയാലും പിന്നെയും പുല്ല് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ട രീതിയിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ പുല്ല് പിന്നെയും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷീറ്റും മെറ്റലൊക്കെ ഇട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ആദ്യം നമുക്ക് ഈ തറയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. നല്ല കല്ലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയാക്കി എടുക്കണം. 2 ഞായറാഴ്ചകളിലായിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. അന്ന് മാത്രമേ നമുക്ക് സാധാരണ സമയം കിട്ടാറുള്ളൂ. അപ്പോൾ ആ ഞായറാഴ്ചകൾ നമ്മൾ പൂർണ്ണമായും ഇതിനു വേണ്ടി തന്നെ വിനിയോഗിച്ചു. കടയിൽ നിന്ന് പോയി ഷീറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പരിസരമൊക്കെ വൃത്തിയാക്കി മണ്ണൊക്കെ ലെവൽ ചെയ്ത് അതിൽ ഷീറ്റ് വിരിച്ചിട്ട് ചല്ലി നിരത്തിയാൽ സാധാരണ പുല്ല് വരില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. എത്ര തന്നെ നമ്മൾ വൃത്തിയാക്കിയാലും ഒരു മാസത്തിനകത്ത് പിന്നെയും പുല്ല് പൊടിച്ചു വരും. അപ്പോൾ മരുന്നൊക്കെ അടിച്ചു നോക്കി ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കൊരു പിടിയില്ല. ആരെങ്കിലും ഇതുപോലെ മുൻപ് ചെയ്തിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളവിടെ ഗ്രോ ബാഗ് വെച്ച് കൃഷി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഇതിപ്പോൾ കാണുന്നതാണ് നമ്മൾ വൃത്തിയാക്കിയ സ്ഥലം. എങ്ങനെയുണ്ട്? ഇതിനി പുല്ല് കയറാതെ ഇരുന്നാൽ വളരെ നല്ലതായിരുന്നു. മഴ പെയ്യുമ്പോൾ എന്തായാലും വെള്ളം കെട്ടും. പുല്ല് കയറുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഇതിൽ നല്ല മാർഗ്ഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഇതാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്ത സ്ഥലം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് പൂവിട്ടിട്ടുണ്ട്. അതിനും കൂടെ ഒന്ന് കാണിച്ചു തരാം. 2 മുട്ടാണ് വന്നിട്ടുള്ളത്. പരുവായി കിട്ടുമെന്നറിയത്തില്ല. ഇതാണ് നമ്മുടെ മുറ്റം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള നല്ല വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.